പ്രവാസ ലോകത്ത് കുടിയേറിയ മലയാളി കുടുംബങ്ങൾക്കിടയിൽ ഒരു കാലത്ത് വലിയ ആശ്വാസമായിരുന്നു തങ്ങളുടെ മക്കൾ സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത് എന്ന ചിന്ത. കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ കർശന നിയമവാഴ്ചയുള്ള ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ച് UAE-യിൽ മക്കളുടെ ഭാവി സുരക്ഷിതമാണെന്ന് മാതാപിതാക്കൾ കരുതിപ്പോന്നു. എന്നാൽ സാങ്കേതിക വിദ്യയും ആധുനിക ജീവിത രീതികളും അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി മാഫിയ തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിക്കാൻ കണ്ടെത്തുന്ന പുതിയ വഴികൾ പ്രവാസി സമൂഹത്തിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. പരമ്പരാഗത രീതികളിൽ നിന്ന് വേറിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കുട്ടികളുടെ കൈകളിലേക്ക് ലഹരി എത്തിക്കാൻ ലഹരി മരുന്ന് കടത്തുകാർ അത്യാധുനിക തന്ത്രങ്ങൾ പരീക്ഷിക്കുകയാണ്. UAE നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റി അടുത്തിടെ പുറത്തുവിട്ട പുതിയ മുന്നറിയിപ്പ് കേവലം ഒരു വാർത്ത മാത്രമല്ല, ഓരോ പ്രവാസി മലയാളി കുടുംബവും അടിയന്തരമായി കാണേണ്ട നിർണായക യാഥാർത്ഥ്യമാണ്. സ്കൂളുകളിലും വീടുകളിലും ദിനംപ്രതി നാം കാണുന്ന A4 നൈസ് പേപ്പറുകളും അതുപോലെ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മധുര പലഹാരങ്ങളുമാണ് ഇപ്പോൾ ലഹരി മാഫിയ തങ്ങളുടെ പ്രധാന വാഹകരാക്കി മാറ്റുന്നത്. കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന സിന്തറ്റിക് ലഹരി മരുന്നുകൾ അഥവാ കെമിക്കൽ ഡ്രഗുകൾ ദ്രാവക രൂപത്തിലാക്കി A4 പേപ്പറുകളിൽ ലയിപ്പിച്ചെടുക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. സാധാരണ പരിശോധനകളിലോ പരിശോധന ഉപകരണങ്ങളുടെ കണ്ണുകളിലോ പെടാത്ത രീതിയിൽ ഈ പേപ്പറുകൾ ഉണക്കിയെടുത്ത് കുട്ടികളുടെ പഠനമുറികളിലേക്ക് വരെ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പേപ്പറിന്റെ ചെറിയൊരു കഷണം നാവിലോ തൊലിപ്പുറത്തോ വെക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അത് കത്തിച്ച് പുക ശ്വസിക്കുന്നതിലൂടെയോ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ കുട്ടികൾ പെട്ടുപോകുന്നു. ഇതോടൊപ്പം ആകർഷകമായ പാക്കറ്റുകളിൽ വിപണിയിലെത്തുന്ന മിഠായികൾക്കുള്ളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കുള്ളിലും സൂക്ഷ്മമായ അളവിൽ ലഹരി വസ്തുക്കൾ ചേർക്കുന്ന രീതിയും സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ലഹരിയാണെന്ന് സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ കുട്ടികൾ ഇതിനടിമപ്പെടുകയും പിന്നീട് അവരറിയാതെ തന്നെ ഇതിന്റെ നിരന്തര ഉപഭോക്താവായി മാറുകയും ചെയ്യുന്നു. ഇന്നത്തെ കൗമാരക്കാർ ഓൺലൈൻ ലോകത്തും ഡെലിവറി ആപ്പുകളിലും പൂർണ്ണമായും മുഴുകിയിരിക്കുന്നവരാണ്. ഈ ജീവിതശൈലിയെ കൃത്യമായി മുതലെടുക്കുകയാണ് ലഹരി കടത്തുകാർ. അപരിചിതമായ നമ്പറുകളിൽ നിന്ന് ഡെലിവറി ഏജൻസികൾ വഴി അപ്രതീക്ഷിതമായി എത്തുന്ന സമ്മാന പാക്കറ്റുകളും പാഴ്സലുകളും വലിയൊരു ചതിക്കുഴിയാണ്. സൗജന്യമായി ലഭിക്കുന്ന പ്രൊമോഷണൽ ഓഫറുകളോ സർപ്രൈസ് ഗിഫ്റ്റുകളോ ആയി തെറ്റിദ്ധരിപ്പിച്ച് കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്ന ഇത്തരം പാഴ്സലുകളിൽ മാരകമായ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ഒപ്പം ഇന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ട്രെൻഡായി മാറിയിരിക്കുന്ന ഇലക്ട്രോണിക് സിഗരറ്റുകളും വെയ്പ്പിംഗ് ഉപകരണങ്ങളും ലഹരി കൈമാറ്റത്തിനുള്ള ഉപാധിയായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. വെയ്പ്പിംഗ് ദ്രാവകങ്ങൾക്കൊപ്പം സുഗന്ധമുള്ള സിന്തറ്റിക് കാർബിയോയിഡുകൾ ചേർത്ത് നൽകുന്നതിലൂടെ പുകവലി എന്ന സാധാരണ ശീലത്തിൽ നിന്ന് കുട്ടികൾ മാരകമായ ലഹരി അടിമത്തത്തിലേക്ക് അറിയാതെ തെന്നി വീഴുന്നു. പ്രവാസി മലയാളി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി ഇരട്ടി വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന പ്രവാസി വീടുകളിൽ സ്കൂൾ കഴിഞ്ഞെത്തുന്ന കുട്ടികൾ മണിക്കൂറുകളോളം ഫ്ളാറ്റുകളിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളോടൊപ്പം ഒറ്റപ്പെടാറുണ്ട്. മാതാപിതാക്കളുടെ തിരക്ക് പിടിച്ച ജീവിതവും ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദവും കുട്ടികളുമായുള്ള ആശയവിനിമയത്തിൽ അകൽച്ച സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഗൾഫ് നാടുകളിലെ മൾട്ടിനാഷണൽ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് സുഹൃത്തുക്കളുടെ വൃത്തത്തിൽ നിന്ന് ലഭിക്കുന്ന പിയർ പ്രഷർ ചെറുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. കൂടാതെ അപ്രതീക്ഷിതമായി എത്തുന്ന പാഴ്സലുകൾ വാങ്ങിവെക്കാനോ ഇന്റർനെറ്റ് വഴിയുള്ള പുതിയ ഓർഡറുകൾ ശ്രദ്ധിക്കാനോ മാതാപിതാക്കൾക്ക് സമയമില്ലാതെ വരുമ്പോൾ ലഹരി മാഫിയ ഈ വിടവുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ സുരക്ഷിതരാണെന്ന അമിത ആത്മവിശ്വാസമാണ് പലപ്പോഴും തിരിച്ചടിയാകുന്നത്. വർദ്ധിച്ചു വരുന്ന ഈ ഭീഷണിയെ പ്രതിരോധിക്കാൻ UAE ഗവൺമെന്റും സുരക്ഷാ ഏജൻസികളും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. രാജ്യത്തേക്ക് ഒരു തുള്ളി ലഹരി പോലും കടന്നു വരില്ലെന്ന് ഉറപ്പാക്കാൻ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയും പ്രാദേശിക കസ്റ്റംസ് വിഭാഗങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എയർപോർട്ടുകളിലും കടൽ കര അതിർത്തികളിലും ആധുനിക സാങ്കേതിക വിദ്യകളും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ചുള്ള സ്കാനിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയതായി ഫെഡറൽ അതോറിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റിയും UAE ഗവൺമെന്റ് മീഡിയ ഓഫീസും ചേർന്ന് നടപ്പിലാക്കിയ യുണൈറ്റഡ് ഇൻ എലിമിനേറ്റിംഗ് ദ സ്കോർജ് എന്ന ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിൻ വിദ്യാലയങ്ങളിലും വീടുകളിലും വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത്. ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിന് അടിമപ്പെടുന്നവരെക്കുറിച്ചും മലയാളി സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രധാന തെറ്റിദ്ധാരണ അത് കേവലം ഒരു പാപമോ അച്ചടക്ക ലംഘനമോ ആണെന്ന ചിന്തയാണ്. നാട്ടുകാർ അറിയുമോ, പോലീസിൽ കേസാകുമോ, കുടുംബത്തിന്റെ മാനം പോകുമോ എന്ന ഭയം കാരണം പല മാതാപിതാക്കളും സ്വന്തം കുട്ടികളിൽ പ്രകടമാകുന്ന ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യുന്നു. എന്നാൽ ലഹരിക്ക് അടിമപ്പെടുന്നത് വൈദ്യസഹായവും വൈകാരികമായ പിന്തുണയും ആവശ്യമായ ഒരു രോഗാവസ്ഥയായി കാണണമെന്ന് നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു. ഭയത്തോടും അപമാന ഭയത്തോടും കൂടി പ്രശ്നങ്ങളെ നേരിടുന്നതിന് പകരം കൃത്യമായ സമയത്ത് ചികിത്സ നൽകുകയാണ് വേണ്ടത്. ഇതിനായി UAE ഭരണകൂടം സജ്ജമാക്കിയിരിക്കുന്ന ഹിസൻ എന്ന സൗജന്യ സേവനം വലിയൊരു ആശ്വാസമാണ്. 80044 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ സൗജന്യ ഉപദേശങ്ങളും ചികിത്സാ സഹായങ്ങളും ലഭിക്കും. കുട്ടികളെ ലഹരിയുടെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷിക്കാൻ ഏറ്റവും ശക്തമായ പ്രതിരോധ കോട്ട വീടുകൾ തന്നെയാണ്. അതിന് മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് മക്കളുമായി തുറന്നതും ഊഷ്മളവുമായ ആശയവിനിമയം ഉറപ്പാക്കുക എന്നതാണ്. ഭയപ്പെടുത്തി ഭരിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം.
കുട്ടികളുടെ ഉറക്ക രീതികളിലോ പഠനത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം, വികാര വിചാരങ്ങളിലെ വ്യതിയാനങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ജാഗ്രത പാലിക്കണം. വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്ന പാഴ്സലുകൾ, അപരിചിതരായ നമ്പറുകളിൽ നിന്നുള്ള സമ്മാനങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ബോധവൽക്കരണം നൽകണം. സ്കൂളുകളിലും ഡിജിറ്റൽ ലോകത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദിവസവും മക്കളോട് സംസാരിക്കുകയും അവരിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുമ്പോൾ ലഹരി മാഫിയ വിരിക്കുന്ന വലകളിൽ വീഴാതെ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ ഓരോ പ്രവാസി മലയാളി കുടുംബത്തിനും സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.